ഓക്കെ, നമുക്കിനി ഇതുകൊണ്ട് ഉള്ളിൽ കയറി നോക്കാം. ആ, നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ടുള്ള നല്ല പ്രാവുകൾ. അങ്ങനെ ഉള്ളിൽ കയറിയിരിക്കാണ്. ഓ, നല്ല ചൂടാണ്. സെറ്റപ്പ് ആക്കി വെച്ചിക്കല്ലോ. വെള്ളം സ്പ്രേ ചെയ്ത് നോക്ക്. ഓ, അത് അടിപൊളിയായിരിക്കില്ലേ ചൂടത്ത് ഈ ഒരു സംവിധാനം. അതുണ്ടാ കുറച്ച് നല്ല അടിപൊളി നനഞ്ഞുകൊണ്ട് പോവാം. ചൂടല്ലേ? ഓ, നന കുറച്ച് കൂടിപ്പോയോ? നന കുറച്ച് മഴയായിപ്പോയല്ലോ. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ, അടിപൊളി പ്ലേസാ. ഓഹോ, നല്ല ചൂട് കാറ്റും നല്ല തണുത്ത വെള്ളവും. നല്ല ഇനം പ്രാവുകൾ. ഇത് കഫേന്ന് ഫസ്റ്റ് ആരും കണ്ടാൽ മനസ്സിലാവില്ല, പെട്ടെന്ന് കണ്ടാൽ. സെറ്റപ്പിൽ തുടങ്ങിയാണ്. 2 പേര് പുതുതായിട്ട് ആരംഭിച്ച കഫേയാണത്. സംഭവം അടിപൊളിയായി. ആണ് സാധനം എമ്മുവോ? അത് നോക്ക്, ഷംസുവിന് പോലത്തെ ഒരു പക്ഷി ഉണ്ടല്ലാടാ. അതെന്താ സംഭവം? അതെന്താ നോക്കിയോ നമുക്ക്. ഒട്ടേ പക്ഷിയാണത്. ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ പേരെന്താണ് ഗൈസ്? തൽക്കാലം ഷംസു വിളിക്കാം. ഏത് സ്വന്തം ഷംസുവാ, ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ ഒട്ടപക്ഷിയാ? എമു അല്ലല്ലോ. ഇതറിയാവുന്ന കമന്റ് ഇടിക്കട്ടോ. ആ, ഇതിൻ്റെ പേര് എവിടെയാ? എമു ആണ്. ഒട്ടപക്ഷി എടാ, എമു ആണിത്. ഓസ്ട്രേലിയൻ എമു ആട്ടത്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഫാമിലിയായി കുട്ടികളെ വന്ന് അടിപൊളി കേട്ടോ. നല്ല പെറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ. എടാ, നല്ല ഇനം ടർക്കി ബേർഡ്. അങ്ങനെയുണ്ട്. അത് തന്നോ? ആടോ? നല്ല ഒമാനി ആടാട്ടത്. ഒമാനി ആടല്ലോ. ഇത് വേറെ ആടട്ടോ, ഒമാനി ആടല്ല. ഇറാഖാണത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഉണ്ട്. നല്ല അടിപൊളി ബേർഡ്. നല്ല നമ്മൾ ദേശീയ പക്ഷി മയിൽ. ഇതൊരു അടിപൊളി. നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് വീഡിയോ ഇട്ടുണ്ടേ. പിന്നെ അതേപോലെ ഈ റൂമിൽ അടിപൊളി വിൻറ്റേജ് ഐറ്റംസ് കണ്ടു. നല്ല പൂച്ചകളുണ്ട്. പിന്നെ പഴയകാല ജയിലുകളിൽ ഉപയോഗിക്കുന്ന ഉണ്ടോ കത്തികൾ, മറ്റു സാധനങ്ങൾ, ബുക്കുകൾ. ഇതൊക്കെ എന്താ സംഭവം എന്നറിയില്ല, പക്ഷെ നമ്മൾ കണ്ടങ്ങ് പോവാം. ഓക്കെ, പൂച്ചയുടെ തള്ളവിടെ സൈഡായി അടിച്ച് ഫിറ്റായി കിടക്കാൻ തോന്നുന്നുണ്ട്. ഓ, അടിപൊളിയാ. കാണാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് ഹെറിറ്റേജ് കഫേ. അടിപൊളിയാണ്. ഇത് കഫേയാണെന്ന് ആരും കണ്ട ഫസ്റ്റ് മനസ്സിലാവില്ല. ഇതെന്താ ഇത്? എന്തിൻ്റെ തോലാണ്? എന്തെന്ന് മനസ്സിലാക്കില്ല. എന്തെന്നത്? നായോ? ആ, ആടോ? എന്താ അറിയില്ല. പിന്നെ ഒമാനി കന്തൂറ. നല്ല നാടൻ തോക്കുകൾ. സംഭവം അടിപൊളിയാണ്. ആ, നമ്മളെ മയിൽ ഇവിടെ ഉണ്ടല്ലോ. മയിൽ എമ്മുവിൻ്റെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. സെറ്റാക്കുമല്ല, ലൈനെടുക്കാൻ വന്നോ? ഓക്കെ, മുകളിൽ വരുന്ന വെള്ളം ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തേ അവിടെ. ഓ, അതേപോലെ വേറെ സാധനം കാണിച്ചു തരാം. പഴയ നോക്കിയൻ്റെ മൊബൈലുകൾ. നോക്കിയ ഉണ്ട്, സോണി ഉണ്ട്, എല്ലാ ഇനം മൊബൈലുകളുണ്ട്. ഉണ്ടാ, ഈ ഒരു കളക്ഷൻസ് അടിപൊളിയായിരിക്കും. പഴയ കാർഡുകൾ. ഓ, പഴയ കറൻസി. പഴയല്ലേ, പുതിയ കറൻസി ഇല്ലേ? ഒരു രാജ്യത്തിൻ്റെ കറൻസി. ഇതിനേക്കാൾ കൂടുതൽ കറൻസി എൻ്റെ കയ്യിലുണ്ട്. ചൈന ഉണ്ട്, ഇന്ത്യൻ. ഓ, നമ്മളെ ഗാന്ധിജിൻ്റെ ഇരിക്കുന്നതാണ്. ഇത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഡോളറുണ്ട്, യൂറോ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. പഴയ ക്യാമറകൾ. പിന്നെ ഇതെന്താ ഇത് സംഭവം? പ്ലേറ്റോ? എന്ത് പ്ലേറ്റായത്? പഴയ പ്ലേറ്റുകളാണ്. ഇത് ചായ കുടിക്കാൻ പറ്റില്ല, ചോറ് നല്ല ചായയും ചോറും വയ്ക്കാനുള്ള അല്ല. ഇത് തോല, എൻ്റെ തോല ഇത്. പോത്തോ? നായിൻ്റെ അല്ലത്. വേണ്ട, പഴയ പണിക്കാർ ഉപയോഗിച്ച
ആ വിധങ്ങളാണ്. നമുക്കിനി പുറത്തേക്ക് പോവാം. അവിടെ നോ എൻട്രി ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞു നോ എൻട്രി. നോ എൻട്രി അല്ലടാ, ഇതിലെ വേണ്ട. അതാ ഇതിലെ നമ്മൾ വന്നേ. ഇതാ നേരത്തെ മുകളിൽ നോക്കുമ്പോൾ താഴെ കണ്ടിക്കില്ലേ? അത് ഉള്ളിലേക്കല്ലേ? ഓ, മൊത്തം ക്ലോസ് ആണല്ലോ. ഏതാ എന്തായാലും നോക്കി നോക്കാം. ലോക്കാണല്ലോ. തോട്ടത്തിലേക്കുള്ള വഴി ലോക്ക് കിട്ടിക്കല്ലോ. ഓ നമുക്ക് അതിനെ ഇറങ്ങാം. ഫസ്റ്റ് കണ്ട വഴി, ആ വഴിക്ക് ഇറങ്ങാം. ആ എന്തായാലും ഇറങ്ങി തന്നെ. നമ്മൾ കണ്ടാൽ ഇറങ്ങിയിരിക്കും എന്ത് സംഭവിച്ചാലും. ഓക്കെ, ലോക്ക് ഇട്ടാലും നമ്മൾ ലോക്ക് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങും. അടി കുഴപ്പമില്ല, നമുക്ക് അടി കയറുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തന്നെയല്ല. ഒമാനി അടി കിട്ടിയിട്ട് കുറേ കാലമല്ലേ നമുക്ക്. എനക്കോ मुश्किल भाई, उधर जा सकते मुश्किल है. ओपन है बस 5 मिनट. जस्ट फोटो के बाद में जाएगा. ഓക്കെ, ഉള്ള എന്ത് ചൊപ്പിച്ചിട്ടുണ്ട്. അതാണ് അവിടെ ലോക്കറ്റ് നമ്മളിവിടെ ഓപ്പൺ ആക്കിയിടും. യെസ്, അങ്ങനെ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വാ, അടിപൊളി കേട്ടോ. മുകളിൽ കഫേ, താഴെ തോട്ടം. ഓ, ഇത്രയും ആംബിയൻസ് നിങ്ങൾക്ക് മസ്കത്ത് ഇടാൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, പക്ഷെ അതിവിടെ വരണം. ഫാമിലിയായി കുട്ടികൾ വന്നാലേ അടിപൊളി കേട്ടോ. സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. ഓ, ഇത് നമ്മൾ മുകളിൽ നിന്ന് കണ്ടേ വെള്ളം അല്ല, വാതി ഒഴുകി വരുന്ന വെള്ളം. കൃഷിത്തോട്ടിലേക്കുള്ള വെള്ളം. നല്ല ഇനം വാഴകളുണ്ട്. നല്ല ഇനം വാഴകൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, സംഭവം അടിപൊളിയാണ്. ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ നേരെ താഴെയുള്ള സ്പോട്ടായത്. മുകളിൽ താഴെ നോക്കുമ്പോൾ സെയിം വ്യൂ തന്നെയാണ്. യെസ്, ഗ്രില്ലൊക്കെ ചൂടുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. ഓക്കെ, പോവാ. ഇനി മുകളിലേക്ക് കയറി പോവാം. വേഗം മറന്നുയോ? ആ, അടിപൊളി ആംബിയൻസ് കേട്ടോ. ഓ, നല്ല പീസ്ഫുൾ പ്ലേസ് ആണ്. ഏതാണ് എടേ? ഓ, നല്ല ചെറിയ അടിപൊളി നാച്ചുറായിട്ട് വെള്ളം വരുന്നുണ്ടോ? അത് കൃഷിത്തോട്ടങ്ങളിൽ വെള്ളം. അത് ഷംസുവിന് ഫോട്ടോ എടുത്ത് മതിയായിക്കില്ല. 1000 ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, എന്നാലും അവന് മതിയായിക്കില്ല. നല്ല ഈത്തപ്പഴം കണ്ടോ? നല്ല അടിപൊളി ഈത്തപ്പഴം, പച്ചയാണ്. ഒരു 2 മാസം കഴിഞ്ഞാൽ സെറ്റ് ആവൂലേ? എന്നാൽ ഇവിടുന്ന് പറിച്ച് തിന്നു. വാ, അത് പൊളിച്ചു. നല്ല കർമൂസ ഉണ്ട്. പിന്നെ എന്താ അതെന്താട് താഴെ ചോളോ? ആ, പിന്നെ തൊട്ട വേഗം തന്നെ ചെറിയ വാതിയുണ്ട്. ഓക്കെ, വാതിൽ വെള്ളമെല്ലാം കുറവാണ്, എന്നാലും നോക്കാം. യെസ്, നല്ല അടിപൊളി വ്യൂ ആണ്. നോക്കട്ടെ. ഓക്കെ, അത് പൊളിച്ചു. അടിപൊളി വാതിയാണ്. യെസ്, ഫാമിലിയായിട്ടൊക്കെ വന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുണ്ട്. നല്ല പഴയ സ്റ്റൈലിൽ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലേ? അങ്ങനെ ജംസോ? ആ, ഓ, ഇവിടെ ഇരുന്ന് എടുക്കാം. ഭക്ഷണം എന്താ കഴിക്കുക? മുകളിൽ നിന്ന് കഴിക്കാം. കഫേ ഇല്ലേ മുകളിൽ നിന്ന്? ഇതൊക്കെ തന്നെ കാണാനുള്ളൂ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ഇതന്നെ ഈ കാണുന്നതന്നെ കഫേ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ആ, ഇതാരെയാ നിൽക്കുന്നത്? എന്താ മോനെ? ഹലോ, സുഖമല്ലേ? നല്ല ഫുഡൊക്കെ അടിച്ച് സെറ്റായില്ലേ? കമ്പനിക്ക് ഒരാൾ ഇടിക്കുന്നുണ്ട്, മയിൽക്കുട്ടൻ. ആ, പോട്ടെ, പോലെ കയറിക്കോ. ഇതാണ് കഫേ, ഇതാണ് ഫഞ്ച കഫേ. ഓ, എന്തി കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ്. ഓക്കെ ഓക്കെ, അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. അവർ മുകളിലിരിക്കാനാണ് പറഞ്ഞത്. ഫുഡ് മുകളിലേക്ക് സെർവ് ചെയ്യും. ഓക്കെ, മുകളിലേക്ക് പോവാം. ഇതിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത്. പ്ലേസൊക്കെ അടിപൊളിയാണ്, പക്ഷേങ്കിൽ ടൈം കുറച്ച് സീനായിപ്പോയി. ഒരു 4 മണി 5 മണിയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഇപ്പം കുറച്ച് ചൂട് കൂടുതലാണ്. കുറച്ചല്ല, കുറേ ചൂട് കൂടുതലാണ്.
ഇതിലെ വേണ്ടിയാ അതാ വൈ ബാത്റൂമിലെ കയറി പോന്ന് ലേഡീസ് എന്നാ കറക്റ്റാ ഇതിലെ കയറുക ഇത് ലേഡീസ് ടോയ്ലറ്റിലോ ആ ഏത് ജെൻസ് ടോയ്ലറ്റ് ആ സെറ്റായിക്കോ കൈ മുഖം കക്കട്ടെ ഭയങ്കര ചൂടാ ഇപ്പോൾ ടയർഡായി ഓക്കെ തന്നെ കയ്യിൽ സെറ്റായി ഇനി മുകളിലേക്ക് പോവാം എങ്ങനെയുണ്ട് എന്നാ ഓ സംഭവം അടിപൊളിയാണല്ലോ വഴിയൊക്കെ അടിപൊളി വയ്യാണല്ലോ ഓ ഓ സെറ്റാണല്ലോ സെറ്റ് വ്യൂ കാണാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കല്ലേ ഓ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഫുഡിന് കുറച്ച് റേറ്റ് കൂടുതൽ എന്നാലും കുഴപ്പമില്ല നല്ല സെറ്റായിട്ട് വ്യൂ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡ് എത്തിയിരിക്കുന്നു ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓക്കെ താങ്ക് യു ഓക്കെ കുറച്ച് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം ഓക്കെ ജംസോ തുടങ്ങിക്കോ അങ്ങനെ ചായ കുടിയായിരുന്നു ഇവിടെ വേറെ സാഹചര്യമുണ്ട് ചായ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ചു പറഞ്ഞാൽ മതി 2 ചായയായി അപ്പോൾ ചായ മുകളിൽ കൊണ്ടുതരും നല്ല സാഹചര്യമുണ്ട് അങ്ങനെ 2-3 മണിക്കൂർ ഇവിടെ മൊത്തം കറങ്ങി കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ടയർഡായി പോവുക ഓക്കെ തിരിച്ച് നേരെ പഞ്ചാ സൂക്കിലേക്ക് അല്ലേ പഞ്ചാ ഹെറിറ്റേജ് ഹൗസ് വന്നാൽ നമുക്ക് പഞ്ചാ സൂക്കും കൂടി കവർ ചെയ്യാൻ പറ്റും രണ്ടും അടുത്തിറങ്ങാം കുറച്ചേ ഉള്ളൂ ഓക്കെ അങ്ങനെ നമുക്ക് പഞ്ചാ ഹെറിറ്റേജ് ഹൗസിനോട് വിട പറയാം അങ്ങനെ പഞ്ചാ ഹെറിറ്റേജ് ഹൗസിൻ്റെ പുറത്തെത്തി ടയേർഡായി നടന്നും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും തളർന്ന് അടിപൊളിയാണ് കേട്ടോ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന പ്ലേസാണ് ഒരു പ്രാവശ്യമെങ്കിലും ഫാമിലിയായിട്ട് വന്നാൽ പൊളിക്കും അവസാനം ടാക്സി പോകണം നടക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ട് കാഴ്ചകൾ കാണാം ഷംസു മൂപ്പറുടെ ലൊക്കേഷൻ നോക്കി മനസ്സിലാക്കുന്നുണ്ട് കറക്റ്റ് മനസ്സിലാ എന്തും മനസ്സിലാക്കാം ടാക്സി ഒന്നും കിടക്കുന്നുണ്ട് പക്ഷേ ഒന്ന് നടക്കാം കുറച്ച് നടന്ന് അങ്ങോട്ട് വരാം നമുക്കൊന്ന് ഇവിടുന്ന് സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ ഓ പറയാൻ തന്നെ ആവുന്നില്ല തളർന്നു അതന്നെ ടാക്സി കിട്ടാത്തോണ്ടല്ല നടക്കാനുള്ള പരിപാടിയാണ് എന്താ ഇത്രയും വന്ന സ്ഥിതിക്ക് ഈ ഏരിയ കൂടെ ഒന്ന് കവർ ചെയ്യണ്ടേ ഓക്കെ എങ്ങോട്ടേ നടക്കുക അറിയാം വയ്യെന്ത് മനസ്സിലാക്കി പറഞ്ഞ അയാൾ നേരെ റോഡ് കാണുന്നുണ്ട് അപ്പോൾ ഗൈസ് പഞ്ചാ ഹൗസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കുറേ നടക്കാനുണ്ട് പഞ്ചാ സൂക്കിലേക്ക് ഓക്കെ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ